ലവ് ബോംബിംഗ് എന്ന വാക്ക് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. സൈക്കോളജിയിലെ ഒരു പ്രധാനപ്പെട്ട വാക്കാണ് ലവ് ബോംബിംഗ്. ലവ് ബോംബിംഗ് മീൻസ് ചില ആളുകൾ നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കും. തുടക്കത്തിൽ നല്ല സ്നേഹം, നമ്മളില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, ശ്വാസം വിടണമെങ്കിൽ പോലും നമ്മൾ വേണം, നമ്മൾ അടുത്തില്ല എങ്കിൽ അവർക്ക് ശ്വാസം മുട്ടും, അല്ലെങ്കിൽ ഭയങ്കര സഫോക്കേഷൻ പോലെ, അതായത് എപ്പോഴും നമ്മൾ അടുത്തുണ്ടാകണം എന്ന ആ ഒരു, നമ്മളാണ് അവരുടെ എല്ലാം ജീവവായു പോലും നമ്മളാണ് എന്ന ആ ഒരു അവസ്ഥയിൽ എത്തും. അതായത് നമ്മൾ പിന്നീട് ഡിപ്പെൻഡന്റ് ആണ്, നമ്മൾ ഇവരില്ലാതെ നമുക്കും എങ്ങും പോകാൻ പറ്റില്ല, നമ്മൾ ഇവരുടെ കൂടെ ഇങ്ങനെ ചുറ്റിത്തിരിയുന്ന സൂര്യനെ ചുറ്റുന്ന നക്ഷത്രം പോലെ നമ്മൾ ഇവരുടെ കൂടെ ഇങ്ങനെ ചുറ്റിത്തിരിയും. അപ്പൊ നമ്മള് ഇവർ കണക്കാക്കുന്നത് നമ്മളില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാണ്. ആ ഒരു അവസ്ഥ, ആ ഒരു കോൺസെപ്റ്റ് നമ്മളിൽ ഉണ്ടാക്കും. അയ്യോ, ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാനില്ലെങ്കിൽ അവർ ജീവിക്കൂല, അവർക്ക് വെള്ളം വരെ കുടിക്കണമെങ്കിൽ ഞാൻ ഉണ്ടാകണം എന്നൊരു കോൺസെപ്റ്റ് നമ്മളിലുണ്ടാകും. അങ്ങനെ ആ ഒരു ട്രാപ്പിനുള്ളിൽ നമ്മൾ പെട്ടു എന്ന് ഉറപ്പ് വരുന്ന സമയത്ത് പിന്നീട് നമ്മളെ അവര് ഇൻസൾട്ട് ചെയ്യാൻ തുടങ്ങും. ഇൻസൾട്ട് ചെയ്യാൻ മീൻസ് നിന്നെ കൊണ്ട് എന്തെങ്കിലും ഉള്ള ഒറ്റയ്ക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമോ, നീ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്, നിന്നെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ച് നമ്മളെ ഇൻസൾട്ട് ചെയ്യും. എന്നാലും നമുക്കും തോന്നും, ഇത് നമ്മൾ ആർക്കും ഒരു പ്രയോജനമില്ല, നമ്മൾ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്, ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആണ്, ഒന്നും സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്ന ഒരു ഇൽ ഫീലിംഗ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കും. ആ ഒരു ഇൽ ഫീലിംഗ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ട് പിന്നീട് അത് വെച്ച് നമ്മളിങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കും. കുറച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ ആ ഒരു ട്രാപ്പിലും വീണു പോകും. കാരണം എന്നെ കൊണ്ടൊന്നിനും കൊള്ളൂല എന്ന ആ ഒരു ചിന്ത നമ്മളുടെ ഉള്ളിൽ വരും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ അവർ അവഗണിക്കാൻ നോക്കും. പിന്നീട് ഇവളെ ഒന്നിനും കൊള്ളൂല, എന്തായാലും സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റൂല, ഇനി ഇവളെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന രീതിയിൽ അവഗണിക്കാൻ നോക്കും. പിന്നീട് നമ്മൾ പറയുന്ന ഒരു വാക്കിന് വില കൊടുക്കൂല. അത് മാത്രമല്ല, നമ്മളെ ഒന്നിനും ചേർക്കില്ല, ഒരു കാര്യവും നമ്മളോട് അഭിപ്രായം ചോദിക്കാതെ സ്വയം ചെയ്യുന്ന അവസ്ഥ. അപ്പോ ഏതോ അങ്ങനെയുള്ള ഒരു ബന്ധം ആ ഒരു രീതിയിൽ നമ്മളോട് പെരുമാറും. അങ്ങനെ പൂർണ്ണമായിട്ടും അവഗണിക്കുന്ന ഒരവസ്ഥയിൽ ഒന്നുകിൽ ആ അവഗണിക്കപ്പെട്ടാൽ ഡിപ്രഷനിലേക്ക് പോകും, അല്ല എങ്കിൽ സൂയിസൈഡ് ചെയ്യും. ഈ ഒരു അവസ്ഥയിലേക്കാണ് പോവുക. അങ്ങനെ ആ ഒരു സംഭവത്തെയാണ് ലവ് ബോംബിംഗ് എന്ന് പറയുന്നത്. അതായത് ആദ്യം സ്നേഹം, അത് അധികം നടക്കുന്നത് പ്രണയത്തിലാണ്. പ്രണയം ഉള്ള സമയത്ത് അധികവും പ്രണയം ചീറ്റി പോകുന്ന സമയത്ത് ഈ ഒരു അവസ്ഥയാണ് ഉണ്ടാകുക. ഒന്നുകിൽ ഡിപ്രഷനിലേക്ക് പോകും, അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക്. അപ്പൊ ആദ്യം ഒരു പ്രണയത്തിന്റെ ആ ഒരു തീവ്രതയും കാര്യങ്ങളും ഒക്കെ ഉള്ള സമയത്ത് പിന്നീട് അവഗണിക്കപ്പെടുമ്പോഴുള്ള മാനസികാവസ്ഥ, ഇതിനെയാണ് ലവ് ബോംബിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയാണെങ്കിൽ, അതിൽ നിന്ന് ആ ഒരു ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയാണെങ്കിൽ വളരെയധികം സെൽഫ് കോൺഫിഡൻസ് നമ്മളിൽ വർദ്ധിക്കാനും ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഈ ഒരു പ്രതിഭാസം നമുക്ക് ഇടയാക്കി തരും. അതായത് ഈ ഒരു ട്രാപ്പിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയാണ് എങ്കിൽ ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് ആയിരിക്കും നമുക്ക്. പിന്നീട് നമ്മളെ മറ്റൊന്നിനും തളർത്താൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഹാവ് എ നൈസ് ഡേ.